എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാൻ നാട്ടിലെത്തിയിട്ട് മുട്ടം പണി കിട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നാണ് എവിടെ നിന്നാണ് എനിക്ക് ഇൻഫെക്ഷൻ കിട്ടിയതെന്ന് അറിയില്ല. നല്ല നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ശബ്ദമൊക്കെ പോയി, പനിയായിരുന്നു, അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഭേദമുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോവുകയാണേ. ഈ കാണുന്നത് ഒരു തരം വയലറ്റ് ആമ്പലാണ്. 2 ടൈപ്പ് ആമ്പലുണ്ട് ഇവിടെ. ഇലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പൂവിൻ്റെ കളറൊക്കെ സെയിമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെ നടത്തുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ആമ്പലിൻ്റെ ഇലകൾ കണ്ടോ, ഈ ഇലകളുടെ അടിഭാഗത്ത് നിന്ന് ഇല ചീഞ്ഞ് കഴിയുമ്പം വേരോട് കൂടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലകൾ വരും. ഇത് ഓൾറെഡി നല്ല വലുതായി കിടക്കുകയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കാണാനില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വിട്ട് ഇങ്ങനെ കിടക്കും. അത് അതിൽ തന്നെ, ആ പോണ്ടിൽ തന്നെ കിടന്നിട്ട് വളർന്നോളും. ചിലപ്പോൾ അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ നല്ല ഗ്രോത്ത് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ, പെട്ടെന്ന് ഫ്ലവറിംഗ് ഒക്കെ വേണമെങ്കിൽ അത് ഇതിന്ന് മാറ്റിയിട്ട് മണ്ണിൽ കുഴിച്ചിടണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇവിടെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് രണ്ടാമത്തെ ടൈപ്പാണ്. ഇതിൻ്റെ ഇലയ്ക്ക് മാത്രം കുറച്ചും കൂടി ഒരു ഡിസൈനൊക്കെ ഉണ്ട്. പൂവ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഈ 2ലും ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഇങ്ങനെ ഇലകളുടെ അടിയിൽ നിന്ന് വേരോട് കൂടി വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിനെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നമുക്കങ്ങനെ ഒത്തിരി ചെടികൾ ഉണ്ടാക്കാൻ പറ്റി. ഇത് ലോട്ടസാണ് കേട്ടോ. അത് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലോട്ടസാണ്. അതിലും ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവയ്ക്കൊന്നും കെയർ ഇല്ലാത്ത കാരണമാണ് ഇവ ഉണ്ടാവാത്തത്. ഇപ്പോൾ കണ്ടോ ഞാൻ ഈ എടുക്കുന്നത്, ഇത് ഇലയ്ക്കടിയിൽ നിന്ന് വന്നിട്ടുള്ള വേരാണ്. അതായത് ആ തണ്ടോട് കൂടി തണ്ടിൻ്റെ എൻഡിൽ വരുന്ന ഭാഗം ഇല ചീയുമ്പം അവിടെ നിന്ന് വേരായിട്ട് പുതിയ ലീഫുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊന്ന് അടർത്തി മാറ്റി വേറെ ചട്ടിയിലേക്ക് നടുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെ ചെറിയ ചെടിയായതുകൊണ്ട് ചെറിയ ചട്ടി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് മണ്ണും ചാണകപ്പൊടിയും ഒരേ അളവിൽ മിക്സ് ചെയ്തതും, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ വേരുകൾ ചീഞ്ഞു പോവില്ല. അത് എല്ലാ ചെടികൾക്കും നല്ലതാണ്. ആ മിക്സ് ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ കുറച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമ്മുടെ തൈ നടണം. എൻ്റെ ഗാർഡനിങ് ടൂൾസൊന്നും ഇവിടെ കാണാനില്ല. ഇനി എല്ലാം ഒന്ന് തപ്പിത്തെരഞ്ഞെടുത്ത് വെക്കണം. ഇപ്പം ഞാൻ ഗ്ലൗ ഒന്നും ഇടാണ്ട് ഡയറക്റ്റ് കൈകൊണ്ട് തന്നെയാണ് അത് കുഴിച്ചിടുന്നത്. അപ്പോൾ നമ്മൾ ആ ചെടി അതിൽ നട്ട് ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. മണ്ണ് ഇളകി പോരാതിരിക്കാനാണ്, കാരണം ഇതിൽ വെള്ളം നിറയ്ക്കേണ്ടതാണ്. ഇനി നമ്മുടെ അടുത്ത് 1 ചെടിയും കൂടി ഉണ്ട്. അപ്പോൾ 2 ചെടിയാണ് ഈ ചട്ടിയിൽ നടുന്നത്. 2 ചെടി വെച്ചപ്പോൾ മണ്ണ് പോരാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചുകൂടി മണ്ണ് അതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചട്ടി കവർ ചെയ്യുന്ന അത്രയും വെള്ളം ഇതിൽ വേണം. അപ്പം ആ മണ്ണ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. മണ്ണ് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഏതെങ്കിലും ഒരു ഇല വയ്ക്കുക. ഒന്നുകിൽ വാഴയിലയോ ചേമ്പിലയോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ അതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുമ്പം നമ്മുടെ ചെടിയുടെ വേരിൽ നിന്ന് മണ്ണ് ഇളകി പോവില്ല. കാരണം ഇലയുടെ മുകളിലേക്കാണല്ലോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. എൻ്റെ ശബ്ദമൊക്കെ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാൽ സോറി. എന്തായാലും ഇങ്ങനെയുള്ളൂ ഇപ്പോൾ ശബ്ദം. ഇപ്പോൾ ആമ്പലിൻ്റെ 2 തൈയും അതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ചെടിച്ചട്ടിയിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കുക. ഇല വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നത് കാരണം വെള്ളം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അഥവാ ഇനി അത് കലങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് സമയം കൊണ്ട് തന്നെ ക്ലിയർ ആയിക്കോളും. ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് എപ്സം സാൾട്ടാണ്. ഈ പഞ്ചസാര പോലെയുള്ള ഒരു തരിതരിയായിട്ട് കിട്ടുന്നതാണ് എപ്സം സാൾട്ട്. ഇതിന് ചെടികളുടെ ലീഫിന് നല്ല ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് എപ്സം സാൾട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.